ചിന്ത കൊണ്ടും എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും കേരളീയരെ വിസ്മയിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത മഹാപ്രതിഭാശാലിയായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന സമയമാണിത്. കേരളത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ വലിയ കലഹങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന വേളകളിലൊക്കെ പലരും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അഴീക്കോട് ഇന്നും ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന്. കാരണം അഴീക്കോട് നിലപാടുകളുടെ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന് ഏത് വിഷയത്തെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും അത് കൃത്യമായി അവതരിപ്പിക്കുവാനുള്ള സവിശേഷമായ സിദ്ധിയുമുണ്ടായിരുന്നു. അഴീക്കോട് ഒരു വിമർശകനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം വ്യക്തികളെ വിമർശിച്ചു, ആശയങ്ങളെ വിമർശിച്ചു, പ്രസ്ഥാനങ്ങളെ വിമർശിച്ചു. പക്ഷേ ആ വിമർശനമൊക്കെ തിരുത്തലിൻ്റെ രൂപത്തിലായിരുന്നു. അദ്ദേഹം ഒറ്റയാൾ പട്ടാളമായി കേരളത്തിലെ തിരുത്തൽ ശക്തിയായി നിന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുമായിരുന്നു ഗാന്ധിജിയെ ഉദ്ധരിച്ചുകൊണ്ട്, സത്യത്തിന് ഒരാളുടെ ഭൂരിപക്ഷം മതിയെന്ന്. മറ്റുള്ളവർ ഇതേക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുമെന്ന ഭീതി കൂടാതെയാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. അഴീക്കോട് മാഷിൻ്റെ വിമർശനത്തിന് വിധേയരാകാത്ത രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ സാംസ്കാരിക നായകന്മാരോ എഴുത്തുകാരോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചിലരൊക്കെ അഴീക്കോട് വിമർശിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? അഴീക്കോട് മാഷിൻ്റെ വിമർശനത്തിന് വിധേയമായാൽ അക്കാരണത്താൽ അവര് ശ്രദ്ധേയരായി മാറുമെന്നുള്ളത് കൊണ്ടാണ്. അഴീക്കോടിൻ്റെ വിമർശനം നിഷേധാത്മകമായിരുന്നില്ല, നാശോന്മുഖമായിരുന്നില്ല, അത് ക്രിയാത്മകമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് കലയുടെ പൊതുവായ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. കലയുടെ ധർമ്മം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാടിനെയും സംസ്കാരത്തെയും വിനിമയ സമ്പർക്ക രീതികളെയുമൊക്കെ വിമർശിച്ച് മെച്ചപ്പെടുത്തുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് അഴീക്കോട് മാഷ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തുമാത്രം നഷ്ടമുണ്ടാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചതേയില്ല. ഒരു സന്ദർഭം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പല മാധ്യമങ്ങൾക്കും വേണ്ടപ്പെട്ട ചിലരെ വിമർശിച്ച അവസരത്തിൽ കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം താങ്കളുടെ പ്രസംഗത്തിൻ്റെ മൂർച്ച കുറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പോയാൽ വിലയിടിയും എന്ന് ധ്വനി വരുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് അഴീക്കോട് ഏതാണ്ട് 80 പിന്നിട്ട സമയത്തായിരുന്നുവെങ്കിലും പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പത്രത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഇന്നും എൻ്റെ പ്രസംഗത്തിന് കേരളത്തിലുണ്ട്. അത് അഴീക്കോടിനെ അറിയാവുന്നവര് ആ പ്രസ്താവനയെ ധിക്കാരമായിട്ടല്ല, ആധികാരികമായ ഒരു അറിയിപ്പായിട്ടാണ് കണക്കാക്കുക. കാരണം അഴീക്കോട് സാറ് ആകാശത്തിന് താഴെയുള്ള ഏത് വിഷയവും കൃത്യമായി വിശകലനം ചെയ്ത് ഗുണപരമായ മെച്ചപ്പെടുത്തലോടുകൂടി പറയാൻ പ്രാപ്തിയുള്ളവനായിരുന്നു. അഴീക്കോട് സാർ എന്തു പറയുന്നുവെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നവർ ധാരാളമാണ്. ഇന്ന് അഴീക്കോട് സാറില്ല. അതുകൊണ്ട് സാംസ്കാരിക ശുദ്ധീകരണത്തിന് ഇന്ന് ആളുകൾ ഇല്ലാതെ വന്നിരിക്കുന്നുവെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിളക്കണയുമ്പോൾ ഇരുട്ട് പരക്കുക സ്വാഭാവികമാണ്. ഇരുട്ട് നീക്കാൻ വിളക്കുകൾ തെളിഞ്ഞേ മതിയാവൂ.